Hello, welcome back to our YouTube channel Arya Parvati Official. So ഇന്ന് നമ്മള് കേട്ടാ നിങ്ങൾ ചിരിക്കും എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണേന്ന്. ഇറ്റ്സ് ബിക്കോസ് നമുക്ക് എല്ലാവർക്കും പനിയാണ്. പനി ആയതുകൊണ്ട് മാത്രം പനി ആയതുകൊണ്ട് മാത്രം വി ആർ ഗോയിങ് ടു മേക്ക് an ice cream. എന്തുണ്ടാക്കാൻ പോണമ്മേ? നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണാം. 3, 2, 1 ഐസ്ക്രീം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഐസ്ക്രീം. പ്രത്യേകിച്ച് എനിക്ക് സ്ട്രോബെറി ഷേക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മോസ്റ്റ്ലി ഓർഡർ ചെയ്യുന്നതൊക്കെ ചോക്ലേറ്റ് ആണെങ്കിലും എനിക്ക് ചില സമയത്ത് നമ്മൾ സ്ട്രോബെറി കഴിക്കുന്ന സമയത്ത് അതിനൊരു സിറപ്പിന്റെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ പക്ഷെ എന്നാൽ എനിക്ക് ചില സമയത്ത് അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ക്രേവ് ചെയ്യും ചില സമയത്ത്. ഐ ക്രേവ് ഫോർ ദാറ്റ് സിറപ്പ് ടേസ്റ്റ്. പാലോ പക്ഷേ ചോക്ലേറ്റ് ആണ് കുറച്ച് കൂടുതൽ എപ്പോഴും കഴിക്കാറ്. പല പല മൂഡാണ്. പക്ഷെ ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറിയുടെ അപ്പുറം പോകത്തില്ല. അതെന്ത് കഴിച്ചാലും എനിക്ക് അങ്ങോട്ടൊരു തിരുപ്പതി ആവത്തില്ല. അതുകൊണ്ട് മതി. അതുകൊണ്ട് പക്ഷെ സ്ട്രോബെറി എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ കേട്ടോ. അമ്മ സ്ട്രോബെറി ബനാന വെച്ചിട്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് കുറച്ചായി പറയുന്നു. അപ്പം അതാക്കി അമ്മ മറ്റേ ഫ്രീസ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പനി ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ ഇനിയും നീണ്ടു പോയാൽ ശരിയാകത്തില്ല. സോ വി തോട്ട് ഓഫ് മേക്കിംഗ് ഇറ്റ് ടുഡേ. അപ്പം നമ്മൾ ഇന്ന് സ്ട്രോബെറി സംതിങ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകണം. സ്ട്രോബെറി എന്ത് ഐസ്ക്രീമാണമ്മ? സ്ട്രോബെറി ബനാന ഐസ്ക്രീം. സ്ട്രോബെറി ബനാന ഐസ്ക്രീം. നമ്മള് കോക്കനട്ട് മിൽക്ക് പൗഡർ ഒക്കെ ഇടുന്നില്ലേ? ചോക്ലേറ്റ്. നമ്മൾ 2 ഐസ്ക്രീം കാണിക്കുന്നുണ്ട്. 2 ഐസ്ക്രീം കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ 2 കാണിക്കാം. യെസ്, അപ്പം അതിലേക്ക് പോകാം. പാലുവിന് പനിയാണ്, എനിക്ക് ജലദോഷമാണ്. അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും സ്റ്റിൽ അമ്മയ്ക്ക് ജലദോഷമുണ്ട്. ഒരുപാട് കഴിക്കാനൊന്നും അല്ല, ബട്ട് കുറച്ച് ദിവസമായിട്ട് എന്താ പറയാ, അമ്മ ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും നീണ്ടുപോയ ശരിയാവില്ല, ബിക്കോസ് നാളെ അമ്മയൊക്കെ പോവും. അപ്പൊ അതുകൊണ്ട് ഇനിയും നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് ഐസ്ക്രീം. ഐസ്ക്രീം വേണോ? എവിടെ വരണം? ഹലോ, ഇത് വടക്കി, ഈ സൈഡ് വടക്കി. വീഡിയോ ഷൂട്ട് ചെയ്യാ. ഹായ്, എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് ഡാർക്ക് ചോക്ലേറ്റ്, തേങ്ങാപ്പാല്, ഫസ്റ്റിലത്തെ പാല്, കുറുകിയ തേങ്ങാപ്പാല്, ഇത്തിരി ഓറഞ്ചിന്റെ തോല്, മിനി ഓറഞ്ച്, ബേബി ഓറഞ്ച് ആണ് കേട്ടോ. അതാ പാലുവിനെ പോലെ, പാലുവിന് ബേബി ഓറഞ്ച്. പാലിന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ പാലിന് ജലദോഷം കൊടുക്കണില്ല. ഡാർക്ക് ചോക്ലേറ്റ്, കോക്കനട്ട് മിൽക്ക്, ആദ്യത്തെ പാല് നല്ല കുറുകിയ പാല്, പിന്നെ ഇതിന്റെ തോല് ഉരച്ച് ചേർക്കണേ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്ര വെച്ചാൽ മതിയോ? അതാണ് ഐസ്ക്രീം. സെറ്റ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. വാവ്, പാല് താഴെ നിൽക്കോ? പാല് നിലത്ത് നിൽക്കോ? അത് നമുക്ക് ചോക്ലേറ്റ് ആദ്യം പൊടിക്കും. ശ്രദ്ധിച്ച്. അയ്യോ, അത് വെച്ചാണ്. താഴെ നിക്ക്, അവിടെ ഇരുത്ത. പാലിന്റെ മോൻ നോക്ക്. നിങ്ങക്ക് തോന്നും പാല് ലിപ്സ്റ്റിക് ഇടണം. നല്ല ഉള്ള എവിടെയാണ് ചോക്ലേറ്റ് പൊടിഞ്ഞോ? അപ്പൊ ചോക്ലേറ്റ് ഇച്ചിരി ഇതിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. എന്നിട്ടൊന്ന് പൊടിക്കട്ടെ.
എവിടെ തുറന്ന് കാണിച്ചെന്ന് ഫ്ലഫിയായി വരണം. ഇങ്ങനെ പതിഞ്ഞു പതിഞ്ഞു വരും. ഓ തേങ്ങാപ്പാലായതുകൊണ്ടായിരിക്കും. അതിവിടെ തണുപ്പായതുകൊണ്ടേ തേങ്ങാപ്പാൽ കട്ട് തണുപ്പായുണ്ട്. നമ്മള് നാട്ടിലാണ് അത് കുഴപ്പമില്ല. ടാറ്റാ, ഞാൻ പോവാനുണ്ടോ? ബാ. നീ ഓറഞ്ചിന്റെ തോലില്ലേ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ഓറഞ്ചിന്റെ തൊലി നമ്മൾ അതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്തിടുവാണ്. കണ്ടോ, കുറച്ച് കുറച്ചേ വരുന്നുള്ളൂ. ബട്ട് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് എനഫ്. ഇത് ഏറ്റവും ചെറുതാണ് ഇതിന്റെ ഹോള്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്തോരം അമ്മ? കുറച്ച് മതിയാണ്. ജസ്റ്റ് അവിടെ ഓറഞ്ച് ഒന്ന് കാണിച്ചേ. കണ്ടോ, ഓറഞ്ചിന്റെ തൊലി മാത്രമാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, കാണിച്ചോളൂ. അതാ ഇത്രയും മതി. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഓറഞ്ചിന്റെ തോല് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ? കണ്ടോ, നല്ല ക്രീം പോലെയായി. ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അതെ, അപ്പം നമ്മുടെ ഓറഞ്ചും കൂടെ ചേർത്ത്, ഓറഞ്ചല്ല ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചേർത്ത് നമ്മൾ അരച്ചു കഴിഞ്ഞു. ഇനി വി ആർ എക്സൈറ്റഡ് ടു. ഹലോ, വാ. പാലുവിന് കോൾഡ് ഉള്ളതുകൊണ്ട് അമ്മ വേണം അവൾക്ക്. അതിനാണ് അവള് തുറന്നു. യമ്മി. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ അരുൺ ഐസ്ക്രീം ഒക്കെ പോലെ. ശരിക്കും ചോക്ലേറ്റ് പോലെ തന്നെ ഉണ്ട്. ഇതാണ് കോക്കനട്ട് മിൽക്ക് വെച്ചാണോ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര്? അത് ഈ ഡയറ്റ് ചെയ്യണവർക്കൊക്കെ നല്ല കോക്കനട്ട് മിൽക്ക് നല്ലതാ ശരീരത്തിന്. അപ്പൊ ഡയറ്റ് ചെയ്യണവർക്ക് അവർക്കൊന്ന് ഐസ്ക്രീം കഴിക്കണമെന്നൊക്കെ തോന്നുന്നവർക്ക് കഴിക്കാനുള്ള ചില്ലിന്റെ ബൗളില്ല, വേറെ ഓർഡർ ഉള്ളത്. അതിനകത്ത് ഞാൻ വേറെ സാധനം വെച്ചേക്കാണ്. അപ്പൊ ഇതിനകത്ത് വെച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഓ, ഐസ്ക്രീം. അമ്മ ഇപ്പൊ വരും. നമുക്കിത് ഫ്രീസറിൽ വെച്ച്
വെച്ച് സെറ്റ് ചെയ്യുമ്പോ അറിയാം എങ്ങനെ വരുന്നത്. യാ ഇത്രേ ഉള്ളൂ. വേണ്ട ഒന്നും വേണ്ട. ഇത് നമ്മള് ഡയറ്റ് ഒക്കെ ചെയ്യണ കുട്ടികൾക്ക് ഒരു ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കോക്കനട്ട് മിൽക്ക് എടുക്കുക, ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക, ഇതിലുള്ള ഓറഞ്ചിന്റെ ഇത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ചിന്റെ തൊലിയും കൂടെ ഇടാം. വെച്ച് ഒരു 7-8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക, പിള്ളേർ കഴിക്കുക. നമുക്കിത് കഴിച്ച് ഫ്രിഡ്ജ് വെച്ച് നോക്കാം. ഇതുപോലെ അങ്ങനെ ഈ ഡയറ്റ് ചെയ്യണവരൊക്കെ ഉദ്ദേശിച്ചാണ് ആളുകൾ ഇത് ഏറ്റവും കൂടുതൽ ചെയ്യണം. ഐസ്ക്രീം ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെൺകുട്ടികൾ ആരെയൊക്കെ ചോക്ലേറ്റ് എത്ര കഴിച്ചാലും മടിയായിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് ഫ്രീസർ, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രീസർ വെച്ചിട്ട് നമുക്കത് 7 മണിക്കൂർ വെച്ച് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ സ്ട്രോബെറി വെച്ചിട്ടാണ് ഉണ്ടാക്കണം. അത് ഇവിടെ കറണ്ട് പോയി കാരണം, കാരണം ഞാൻ ഇത് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു ഫ്രീസറിൽ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അമ്മ ഓൾറെഡി ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അത് താഴേക്ക് വെച്ചപ്പോഴത്തേക്കും അത് അലന്നു പോയി. സോ അതിപ്പോ എന്തായാലും ഇത് അമ്മ വെക്കാൻ പോവാണ് ഫ്രിഡ്ജിലേക്ക്. ഇതിവിടെ നിന്ന് പിള്ളേരൊക്കെ നിൽക്കുമ്പോ വാങ്ങിക്കുന്ന ഫ്രിഡ്ജല്ലേ. സ്വീറ്റ് കോൺ ഒക്കെ ഇരിക്കുവാണ്. അമ്മ ഫ്രീസറിൽ കയറ്റി വെച്ചു. യെസ്, നമ്മൾ അടച്ചു വെച്ചു. അമ്മ പാലുന്റെ ഗ്രീക്ക് യോഗേർട്ട്. അയ്യേ ചമ്മിപ്പോയേ എവിടെ പോയി ആദ്യ കുട്ടി, എവിടെ പോയി ആദ്യ കുച്ചിക്ക്? പനിയാനേ. 7 മണിക്കൂറൊക്കെ കഴിയുമ്പോ എടുത്ത് നോക്കാം. യെസ്, അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ഇവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഐസ്ക്രീമിലേക്ക് കടക്കാം അല്ലേ അമ്മ? പാലു ഒരു ഹായ് പറഞ്ഞേ. ഹായ് ബൈ ഹായ്. അതൊന്നും അങ്ങനെ ചെയ്താൽ പറ്റിയോ? അത് തുറക്കണ്ട, നമുക്ക് സംസാരിക്കാനുള്ള മൂഡില്ല. ഓക്കേ, നമുക്ക് അടുത്ത ഐസ്ക്രീം കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പൊ നമ്മള് ആദ്യത്തെ ഐസ്ക്രീം ഉണ്ടാക്കി തേങ്ങാപ്പാലും കൊക്കോ പൗഡറല്ലോ, ഡാർക്ക് ചോക്ലേറ്റും ഓറഞ്ചിന്റെ പീലും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഐസ്ക്രീം എന്താണ്? സ്ട്രോബെറി ബനാന ഐസ്ക്രീം. വേറെ ഒന്നുമില്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള ഐസ്ക്രീമാണ് രണ്ടും. ആദ്യത്തത് ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം. എനിക്ക് തരുന്നോണ്ട് അമ്മ മാക്സിമം ഫാറ്റ് ഇല്ലാതെ തരത്തുള്ളത്. അപ്പൊ ഇത് അടുത്തത് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അമ്മയുടെ കഴിക്കാം. സ്ട്രോബെറി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നാണ്. അപ്പൊ അത് കറണ്ട് പോയായിരുന്നു. ഇത് കല്ല് പോലെ ആയതായിരുന്നു, പക്ഷെ അത് കറണ്ട് പോയി. ഇപ്പൊ വന്നേ ഉള്ളു കറണ്ട്. അതെ, അപ്പൊ ഇത് ഇതിലേക്ക് ഇടാട്ടെ. ഇതിട്ട് അടിച്ചെടുക്കുക. ഒന്നും വേണ്ട, പഞ്ചസാരയും വേണ്ട, ഒന്നും വേണ്ട. ഇതടിക്കുക. ഞാൻ നല്ല കല്ല് പോലെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. കാണിക്കാമോ? ഇപ്പൊ അതിന്റെ ആ ഫ്രീസ് ചെയ്തതിന്റെ വെള്ളമാണ് ഇപ്പൊ അത്. വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളം വേണ്ട, പാല് വേണ്ട, ഒന്നും വേണ്ട. പാലുവിനെ വേണോ? ഐസ്ക്രീം വേണോ? അതേ ഞാൻ അടിക്കാൻ പോകാം. ഓക്കെ, നമുക്കൊരു പിള്ളേർക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നല്ല രുചി ഉണ്ടോ നോക്കിയാൽ. അതെ, ഉണ്ടേ. ഞാൻ 2 ദിവസമായി ഓരോ ദിവസം ഓരോ അസൗകര്യങ്ങൾ കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പാലൂരി ചെറിയ ജലദോഷമൊക്കെ ഉള്ള കാരണം വഴക്കായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ കറണ്ടും പോയി. അരച്ചിട്ട് എങ്ങനെയുണ്ട്?
പഴത്തിന്റെ ടേസ്റ്റാണ് കുറച്ച് പൊങ്ങി നിൽക്കുന്നത്. ബട്ട് ഇറ്റ്സ് നൈസ്. അത് സ്ട്രോബെറി ആ ഇതിനകത്ത് നിന്ന് വെള്ളത്തിന്റെ ഇതാണ് ഉണ്ടാവും. ഐസ്ക്രീം ആകുമ്പോ ശരിയാവും. ഇന്നലെ ഉണ്ടാക്കിയിരുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇതിനെ കുറച്ച് ഇത്രേ ഉള്ളൂ. ഇതിന് നമ്മൾ ഈ ബോൾസ് കളഞ്ഞ് നമ്മളിതും ഫ്രീസറിൽ വെക്കും കേട്ടോ. ഇതിന്റെ റിസൾട്ട് നമുക്ക് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കാം. 2 കൂടി ഇട്ടു. എന്താ പറയാനുള്ള? അപ്പൊ 2ന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഞാനും ആദ്യമായിട്ട് അത് ചെയ്യണത്. അപ്പൊ നമുക്കിത് എങ്ങനെ റിസൾട്ട് വരും എന്നുള്ളത് രുചി ഒരു കുഴപ്പമില്ല. പഴത്തിന്റെ ഇത് തോന്നണമെന്ന് ആര്യ പറഞ്ഞത്. അത് നമ്മള് പഴാകുമ്പോ പെട്ടെന്ന് ഇങ്ങനെ അലുക്കുമല്ലോ. അപ്പൊ കറണ്ട് ഇല്ലാതെ വന്നപ്പോ പഴം നന്നായിട്ട് ഇങ്ങനെ അലുന്ന പോലെ വേറെ സ്ട്രോബെറി ഇവിടെ ഇരിക്കൂലായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബൈ കൈ കാണിക്കേ. ബൈ ഉമ്മ ഉമ്മ ഉമ്മ. എന്നാടാ? ശരിടാ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാനും ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ പോകുന്നു. ഐസ്ക്രീം വാസ് സോ ഗുഡ്. എൻ്റെ 2 ഫ്രണ്ട്സും കഴിച്ചിരുന്നു. ആദ്യം ഫ്രീസറിൽ ഇരുന്നതായിട്ടൊന്ന് ഭയങ്കര കട്ട പിടിച്ചായിരുന്നു. പക്ഷേ നമ്മളത് അലിപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹെൽത്തി ആയിട്ട് ഡയറ്റ് നോക്കുന്നവരെല്ലാവരും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐസ്ക്രീമാണ്. എൻ്റെ ഫേവറേറ്റ് ഒബ്വിയസ്ലി നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൽ ചെയ്തതാണ്. മറ്റത് ഈ ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ഇഷ്ടമാവുന്നൊരു തരത്തിലുള്ളൊരു ടേസ്റ്റാണ്. പക്ഷേ വാസ് വെരി ഗുഡ്. അപ്പോൾ രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് വീഡിയോയും ഫോട്ടോസും ഒക്കെ നിങ്ങൾ അയച്ചു തരണം. അമ്മയ്ക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇതുപോലെ നല്ല അടിപൊളി ഹെൽത്തി റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ സ്ലോ മോഷനിൽ മേളിൽ പ്ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാലക്കുട്ടൻ്റെ ഒരു നല്ല ഒരു ശീലം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവൾ ഉടനെ പറയും, അവളുടെ ഒരു വാ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത വാ എനിക്ക് തന്നിരിക്കണം. അത് അവൾക്ക് നിർബന്ധമാണ്. അപ്പം ഞാനിത് എഡിറ്റ് ചെയ്ത് തീർക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോടും കൂടെ അത് കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അത് ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കേണ്ടതുകൊണ്ട് ഇത് സ്ലോ മോഷനിൽ കാണിച്ചതാണ്. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതോടെ കണ്ടിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ശുഭനിദ്ര, ശുഭനിദ്ര. അപ്പോൾ എല്ലാവർക്കും ബൈ. ഫോട്ടോസും വീഡിയോസും അയക്കാൻ മറക്കണ്ട കേട്ടോ. ടാറ്റാ. ആൾക്ക് കൊടുക്കുമ്പോൾ താങ്ക് യു ബാലു.